വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൽക്കരി ശേഖരമുള്ള റാണിഗഞ്ച് എന്ന സ്ഥലത്ത് ബംഗാളിന്റെ കൽക്കരി മേഖലയുടെ ഹൃദയഭാഗത്താണ് ഞാൻ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം ഉൾപ്പെടെ നിരവധി തുറന്ന കൽക്കരി ഖനികൾ അഥവാ ഓപ്പൺ പിറ്റ് കൽക്കരി ഖനികൾ ഈ പ്രദേശത്തുണ്ട്. ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി TMCയും BJPയും തമ്മിൽ കൽക്കരി ഒരു പ്രധാന തർക്കവിഷയമായിരുന്നു. 1777 പശ്ചിമബംഗാളിലെ റാണിഗഞ്ചിൽ കൽക്കരിയുടെ ആദ്യ ഉൽപ്പാദനം ആരംഭിച്ചു. അതേ കൽക്കരിയിൽ നിന്നാണ് രാജ്യത്തിന്റെ വ്യാവസായിക വിപ്ലവത്തിന് തീ കൊളുത്തിയത്. എന്നാൽ ആ കറുത്ത വജ്രത്തിന്റെ തിളക്കം രാഷ്ട്രീയ ചക്രവ്യൂഹത്തിൽ നഷ്ടപ്പെട്ടു. പിന്നെ 2011 വന്നു. ജലം, വനം, ഭൂമി എന്നിവ നശിപ്പിക്കുന്നതിനോടൊപ്പം ഖോഖാബാബുവിന്റെ കുടുംബം കൽക്കരി കടത്തും അവരുടെ കുടുംബ ബിസിനസ്സായി വികസിപ്പിച്ചു. ബിനാമി ഖനികളിൽ നിന്ന് BJP പണം സമ്പാദിക്കുന്നു. എന്നിട്ട് തൃണമൂലിനെ കള്ളനെന്ന് വിളിക്കുന്നു. നന്ദഘോഷിന്റെ എല്ലാ പാപങ്ങളും തൃണമൂലിന്റെ പേരിലാകുമ്പോൾ BJP ബോസ് സന്യാസി ചമയുന്നു. എന്നാൽ ഈ രാഷ്ട്രീയ പ്രകടനങ്ങൾക്കും കലഹങ്ങൾക്കും അപ്പുറം ഈ പ്രദേശത്ത് നടക്കുന്ന ഈ മുഴുവൻ കൽക്കരി ഖനന പ്രവർത്തനത്തിനും ഒരു മാനുഷികമായ വിലയുണ്ട്. ഞാനിപ്പോൾ ഹരീഷ്പൂർ എന്ന ഗ്രാമത്തിലാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ ഗ്രാമത്തിലെ ഒരുപാട് വീടുകളിൽ വിള്ളലുകൾ വീണ ഒരു വലിയ സംഭവം ഇവിടെയുണ്ടായി. ഇത് ഒരുപാട് പത്രവാർത്തകളിലും ടെലിവിഷൻ കവറേജുകളിലും വന്നിട്ടുള്ളതാണ്. ഇന്ന് ഞാൻ ഇവിടെ എത്തിയപ്പോഴും സംഭവം നടന്ന ദിവസം എങ്ങനെയായിരുന്നോ അതേ അവസ്ഥയിൽ തന്നെയാണ് ഇത് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വീട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ വലിയ വിള്ളലുകളുണ്ട്. ഇത് താമസയോഗ്യമല്ല. കൂടാതെ മറ്റു വീടുകളിലും സമാനമായ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ ഗ്രാമത്തിലെ പലരും ഞങ്ങളോട് പറയുന്നു. അതുകൊണ്ട് തന്റെ വീട് ഞങ്ങളെ കാട്ടിത്തരാനും എന്ത് സംഭവിച്ചു എന്ന് പറയാനും ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ ഈ മാന്യന്റെ കൂടെ ഞാൻ ഹരീഷ്പൂർ ഗ്രാമത്തിലൂടെ നടക്കുകയാണ്. ചേട്ടാ, ഒന്ന് കാണിക്കൂ. എത്രമാത്രം പൊട്ടിയിരിക്കുന്നു. ഇതെല്ലാം പൊട്ടിയിരിക്കുന്നു. കൂടാതെ ഈ വീട് മുഴുവനായും താഴ്ന്നു പോയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ഗ്രാമം മുഴുവനും. ചേട്ടൻ ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞതുപോലെ ഒരുപാട് വീടുകളിൽ ഒരുപാട് വിള്ളലുകളുണ്ട്. ഉറന്മയ്ക്ക് നിങ്ങൾക്കിതും കാണിച്ചു തരാൻ കഴിയുമെങ്കിൽ ചുവരിലെ മറ്റൊരു വിള്ളൽ. കൂടുതൽ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നതിനായി ഞാൻ ഈ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുപോലെ ഇതെല്ലാം പൂർണ്ണമായും വിണ്ടു കീറിയതും ശരിക്കും താമസിക്കാൻ കഴിയാത്തതുമാണ്. കൂടാതെ ഈ ഗ്രാമത്തിലെ ഒരു വീട് മാത്രമല്ല, ഇതുപോലെ വിള്ളലുകൾ ഉണ്ടായിട്ടുള്ള നിരവധി വീടുകളുണ്ട്. നിങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു. അതെന്തുകൊണ്ട്? വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി ആരും ഒരു വ്യവസ്ഥയും ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ വീടിന്റെ അവസ്ഥ കാണുന്നുണ്ടല്ലോ. മനുഷ്യർക്ക് താമസിക്കാൻ കൊള്ളാത്ത വീടാണിത്. എല്ലാം ഉപേക്ഷിച്ചു പോയി. എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണെന്നും എല്ലാവരെയും പുനരധിവസിപ്പിക്കുമെന്നുമാണ്. അതുതന്നെയാണ് ഞാനും പറയുന്നത്. മാസ്റ്റർ പ്ലാൻ 6 വർഷമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വ്യവസ്ഥയും ആവുന്നില്ല. അങ്ങനെ ഓരോരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഏത് നേതാവിനെയാണ് നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസം? BJPയെയുമില്ല, TMCയെയുമില്ല. നോക്കൂ, ഇപ്പോൾ സർക്കാരിലുള്ളത് TMC ആണ്. TMCയെ 6 വർഷമായി കണ്ടതാണല്ലോ. ഇപ്പോൾ നോക്കൂ, വീണ്ടും വോട്ട് വരാൻ പോകുന്നു. ഇപ്പോൾ ഏതെങ്കിലും പാർട്ടി വരും. ആരും ശരിയല്ല. തൃണമൂലും വരില്ല, BJPയും വരില്ല. ആരും ശരിയല്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് വരേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രയോജനം ലഭിക്കും. നോക്കൂ, ഏത് പാർട്ടി വന്നാലും അവസ്ഥ ഇതുപോലെ തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇതാണ് കാര്യം. 6 വർഷം ഞങ്ങൾക്ക് കഴിഞ്ഞുപോയി. ഒരു പാർട്ടിയും വ്യവസ്ഥയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ വരുന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇലക്ഷൻ സമയമൊക്കെ വരികയാണ്. ഇലക്ഷൻ കഴിഞ്ഞു, അത്രയുള്ളൂ. ഹരീഷ്പൂർ അതുപോലെ തന്നെ തുടർന്നു. ആരും കാണാൻ പോലും വരുന്നില്ല. ആരും കാണാൻ വരുന്നില്ല. ഇപ്പോൾ ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനുമായി സർക്കാർ ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നല്ല. പ്രശ്നം എന്തെന്നാൽ അതിൽ ഭൂരിഭാഗവും കടലാസിൽ മാത്രമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ വിജയനഗർ എന്ന സ്ഥലത്താണ്. ഭൂമി ഇടിഞ്ഞു താഴുകയോ വീടുകളിൽ വിള്ളലുകൾ വീഴുകയോ ചെയ്തതിനാൽ ദുരിതബാധിതരായ ഒരുപാട് ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടിയിരുന്ന ഒരു പ്രദേശമാണിത്. പക്ഷേ ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു പ്രേതനഗരമാണ്. ആരും താമസിക്കാത്ത, പണി തീരാത്ത, അപൂർണമായ ഈ കെട്ടിടങ്ങളാൽ ഞാൻ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ ക്ലസ്റ്ററുകളിലുടനീളം ഇതാണ് സ്ഥിതിയെന്ന് തോന്നുന്നു. ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളായ TMCയും BJPയും. തങ്ങൾ കാരണമാണ് ഇതുപോലൊന്ന് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ഈ ഉദ്യമത്തെ ആകെ പരസ്യം ചെയ്തിട്ടുമുണ്ട്. ചോദ്യം ഇതാണ്: ഇതുപോലുള്ള പദ്ധതികൾ പൂർത്തിയാകാതെയും അപൂർണമായും അവശേഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ ആളുകളുള്ള ചില ക്ലസ്റ്ററുകളുണ്ട്. ഞാൻ അവരോട് സംസാരിക്കുകയും അവരെപ്പോഴാണ് ഇവിടേക്ക് വന്നതെന്നും അങ്ങനെ വിളിക്കാമെങ്കിൽ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ അവരെങ്ങനെയാണ് ജീവിതം നയിക്കുന്നതെന്നും അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പോകുകയാണ്. പുറത്തെന്ത് ജോലിയായിരുന്നോ അതൊക്കെ ഒരുവിധം നടത്തിക്കൊണ്ടുപോയിരുന്നു. സ്വന്തം സ്ഥലത്തിന് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. സ്വന്തം സ്ഥലത്തിന് അതിൻ്റെതായ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുപോലെ ഇവരെ വന്നപ്പോൾ ഒരു സ്വാതന്ത്ര്യവുമില്ല. അതിനു പുറമെ ജോലിയോ കൂലിയോ ഒന്നും കിട്ടുന്നുമില്ല. ചിലരുടെ വീട്ടിൽ ഭക്ഷണമുണ്ടാകും,
ചിലർക്കുണ്ടാകില്ല. ഇങ്ങനെയൊക്കെയാണ് എല്ലാം മുന്നോട്ടു പോകുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒരുപാട് നേതാക്കന്മാർ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ ഒരുപാട് കാര്യങ്ങൾ പറയും, പക്ഷേ ഒന്നും നടക്കില്ല. ഇപ്പോൾ തൽക്കാലം റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. ഒന്നും പറയാനില്ല. എവിടെയും ടോട്ടോ മറിയുന്നു, ബൈക്ക് മറിയുന്നു, ആരെങ്കിലും കുട്ടിയെയും കൊണ്ട് വീഴുന്നു. 3/5/2011 സംഭവം നടന്നത് സർ. ശരി. രാത്രി പുലർച്ചെ 3:45 ഞങ്ങളുടെ കൊച്ചുമകൾ എന്റെ മരുമകൾ ഓടി വന്നു. ചാച്ചാ ചാച്ചാ, ബസ് നേരെ താഴേക്ക് പോയി. താഴെ ബസ് വീണ സ്ഥലത്ത് ഒരുപാട് ഞാൻ നാശനഷ്ടമുണ്ടായി സർ. അപ്പോ ഞാനും രാവിലെ എഴുന്നേറ്റ് ഓടിപ്പോയി നോക്കി. അയ്യോ, 4 പാടും പുകമയമാണ്. ഒരു കുട്ടിയാണ്. ഇത് സംഭവിച്ച് എത്ര വർഷം കഴിഞ്ഞാണ് നിങ്ങൾ ഇവിടെ വന്നത് ബാബ? സംഭവം നടന്നത് 3/5/2000 സർ. ഞങ്ങൾക്ക് കിട്ടിയത് 2022 മാർച്ചിലാണ്. 10 വർഷം നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? സാർ, എങ്ങനെയെങ്കിലും അവിടെ ജീവിതം തള്ളി നീക്കുകയായിരുന്നില്ലേ? പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലായിരുന്നു. ആർക്കും വീടുണ്ടായിരുന്നില്ല. എല്ലാവരും മരച്ചുവട്ടിലാണ് താമസിച്ചിരുന്നത്. സാർ, ചിലർ, അതായത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് ജീവിതം കഴിച്ചുകൂട്ടിയിരുന്നത്. ഇതൊന്നു പറയൂ. ഞാൻ കാണുന്നത് നിങ്ങൾ ഈ ഭാഗത്ത് കുറച്ചൊക്കെ താമസമാക്കിയിട്ടുണ്ടെന്നാണ്. ഈ ബാക്കിയുള്ള വീടുകൾ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. ഇവിടെയും ഞാൻ കാണുന്നുണ്ട്, ഫിനിഷ് ആയിട്ടില്ല. എന്താണ് ഈ മൊത്തത്തിലുള്ള സാഹചര്യം? ഇതിന്റെ റീസൺ ഇതാണ് സാർ. ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇവിടുത്തെ സാഹചര്യം വെച്ച്, ഈ സാഹചര്യം കണ്ടിട്ട് അവർക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല. പിന്നെ ഞങ്ങളെ ഇവിടെ ഷിഫ്റ്റിംഗ് ചെയ്യിക്കാമെന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിരുന്നു. ഒരുപാട് ഫോർമാലിറ്റി പ്രൊവൈഡ് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഒരുപാട് സൗകര്യങ്ങൾ തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിലൊരു ഫോർമാലിറ്റിയും കിട്ടിയില്ല. ഞങ്ങളെ വെറുതെ എടുത്ത് ഇവിടെ ഷിഫ്റ്റ് ചെയ്തു. ഒരുപാട് സൗകര്യങ്ങൾ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടു. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടായി എന്ന് ഞാൻ പറയും സർ. അതെന്തുകൊണ്ടാണ്? കാരണം ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് വെള്ളത്തിനും വൈദ്യുതിക്കും നല്ല സൗകര്യമുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം വെള്ളത്തിന്റെ സൗകര്യം ആദ്യമൊക്കെ വലിയ പ്രശ്നമായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ പരിഹാരമായി. പക്ഷേ വൈദ്യുതിയുടെ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എല്ലാവർക്കും ഇലക്ട്രിക് ബിൽ കൂടുതലാണ് വരുന്നത്. ഞങ്ങൾക്ക് മുന്നോട്ടു പോകാനും കഴിയുന്നില്ല, പിന്നോട്ടു പോകാനും കഴിയുന്നില്ല. ഈ തുപ്പാനും വയ്യ, ഇറക്കാനും വയ്യ എന്ന് പറയുന്നത് പോലതുപോലെയാണ്. അതുപോലൊരു ജീവിതമായി പോയി ഞങ്ങളുടെ ഇവിടെ. ഇതൊന്നു വിശദീകരിക്കാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? പണ്ട് എങ്ങനെയാണ് വ്യത്യസ്തമായിരുന്നത് എന്ന്. നിങ്ങൾ ഫ്ളാറ്റിലല്ലാതെ ഗ്രാമത്തിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു വ്യത്യാസം? ഗ്രാമത്തിൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും സൗകര്യമുണ്ടായിരുന്നു. സർ, അവിടെ നോക്കൂ. ഞങ്ങൾക്ക് സ്വന്തം സ്ഥലമുണ്ടായിരുന്നു, എല്ലാത്തിനും സൗകര്യമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം നോക്കൂ, ഞങ്ങളെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇവിടെയാക്കി. അതുകൊണ്ട് ഇവിടുത്തെ ആളുകൾ പോലും വിചാരിക്കുന്നത് ഞങ്ങൾ പുറംനാട്ടുകാരാണെന്നാണ്. ഞങ്ങൾക്ക് ആരും ഒരു വിലയും നൽകുന്നില്ല. കൽക്കരി ഒരു വലിയ ബിസിനസ്സാണ്. ഖനവ്യവസായങ്ങൾ മുതൽ നമ്മുടെ ദേശീയ ഗ്രിഡ് വരെയുള്ള എല്ലാത്തിനും ഊർജ്ജം നൽകുന്നത് അതാണ്. എന്നാൽ ഒരുപക്ഷെ ഇതിന് ഊർജ്ജം പകരാൻ കഴിയാതെ പോയത് ഈ കൽക്കരി ഖനനം ചെയ്തെടുക്കാൻ വേണ്ടി വീടുകൾ തുരക്കപ്പെട്ടവരുടെ ജീവിതങ്ങളിലെ അടിസ്ഥാനപരമായ അന്തസ്സിനാണ്. ഇനി ബംഗാളിൽ അടുത്തതായി സർക്കാർ രൂപീകരിക്കുന്നത് ആരായാലും ഈ പ്രദേശത്ത് നിലവിലുള്ള എല്ലാ പദ്ധതികളും കടലാസിലൊതുങ്ങാതെ യാഥാർത്ഥ്യമാകുന്നുവെന്ന് ഉറപ്പാക്കുന്നത് അവർക്ക് നന്നായിരിക്കും.